എവ്രിവൺ, പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നോ? ഇത് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ളൊരു ദിവസമാണ്. കാരണം എൻ്റെ ഇന്റേൺഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പം ഞാനൊരു സൈക്കോളജി സ്റ്റുഡൻ്റ് ആണ്. അപ്പം എൻ്റെ ഇന്റേൺഷിപ്പ് ഇന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ ഒരു ചെറിയൊരു ടെൻഷനും ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് എൻ്റെ മുഖം കാണുമ്പോഴേ മനസ്സിലായിട്ടുണ്ടല്ലോ. ഞാൻ അപ്പം മെട്രോ കയറാൻ വേണ്ടി മെട്രോ സ്റ്റേഷനിൽ വന്നിരിക്കാം കേട്ടോ. അപ്പോൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഒരു ടെൻഷനും പേടിയും ഒക്കെ ഉണ്ട്. കാരണം ഫസ്റ്റ് ടൈം ആയിട്ടാണല്ലോ നമ്മളിങ്ങനെ ഒരു ഇന്റേൺഷിപ്പിനൊക്കെ ഒരു ഡ്യൂട്ടി ഒക്കെ ചെയ്യാൻ പോണത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ മുടിയൊക്കെ കെട്ടി വെച്ച് ഞാൻ നമുക്കവിടെ ഇനി അറിയത്തില്ല പോണിറ്റെയിൽ കെട്ടാൻ പറ്റുമോ അതോ മുടി കെട്ടണോ ഒന്നും എനിക്ക് അറിയാത്തതുകൊണ്ട് ഞാൻ മുടിയെല്ലാം കെട്ടി വെച്ചു. പിന്നെ അവിടെ ചെല്ലാം അല്ലേ. ഇന്റേൺഷിപ്പിന് പോയ ദിവസം അതേ ദിവസം തന്നെ നമ്മുടെ വീട്ടിൽ കുറച്ച് മെയിൻ്റനൻസ് വർക്ക് ഉണ്ടായിരുന്നു. അപ്പം വീട്ടിൽ അങ്ങനെ ഇരിക്കാൻ പറ്റത്തില്ല. അപ്പം അതുകൊണ്ട് അമ്മ ഒറ്റയ്ക്കൊന്ന് കറങ്ങാനായിട്ടൊന്ന് പോയി. അപ്പോൾ ലുലുവിലാണ് അമ്മ പോയത്. അപ്പം അമ്മ ഫുഡൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു. ഞാൻ പറഞ്ഞാണ് അമ്മയോട് വോയിസ് ഓവർ കൊടുക്കാൻ, പക്ഷേ അമ്മയ്ക്ക് എന്തോ പനിയായിട്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് വോയിസ് ഓവർ കൊടുക്കാൻ പറ്റാതെ ഞാൻ കൊടുക്കുന്നത്. അപ്പം അമ്മ ലഞ്ച് കഴിച്ചത് എഗ് ബജിയും പിന്നെ ചായ പിന്നെ സമൂസയാണ് കേട്ടോ കഴിച്ചത്. ഇവിടെ കുറേ ടൈപ്പ് ഓഫ് പേസ്ട്രീസ് പിന്നെ പുഡിങ്സ് ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ കുറേ സ്നാക്സ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതെന്ന് പറയുന്നത് നമ്മുടെ ചായ് കോർണറാണ്. പാരഗണിൻ്റെ ചായ് കോർണറിലാണ് കേട്ടോ. ലുലുവിൻ്റെ 3rd ഫ്ലോറിലാണ് കേട്ടോ ഈ ചായ കോർണറുള്ള. എല്ലാ ഫ്ലോറിലും ഉണ്ട്. അമ്മ പോയത് 3rd ഫ്ലോറിൽ ചായ കോർണറിലാണ് കേട്ടോ. അപ്പം ആദ്യം സമൂസ എടുത്തു. സമൂസ നല്ലതായിരുന്നു എന്നാണ് പറഞ്ഞ്. നല്ല ക്രിസ്പി ആയിട്ടുള്ള ഔട്ടറും ഫീലിങ്സ് ഒക്കെ നന്നായിരുന്നു. അമ്മ ഒറ്റയ്ക്കല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ലഞ്ചായിട്ടൊന്നും സ്പെസിഫിക് ആയിട്ട് അങ്ങനെ കഴിച്ചില്ല. അതിന് പകരം ഇങ്ങനെ സ്നാക്സ് ഒക്കെ ആട്ടോ കഴിച്ചത്. അപ്പം എഗ് ബജി കഴിച്ചു. എഗ് ബജി നന്നായിരുന്നു. നോർമലായിട്ടുള്ള എഗ് ബജി എല്ലാം ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ടൊക്കെ ആയിരുന്നു കൊടുത്തിരുന്നത്. എഗ് ബജിയിലും സമൂസയിലും അമ്മയ്ക്ക് രണ്ടും ഇഷ്ടപ്പെട്ടു. കുറച്ചും കൂടി ഇഷ്ടപ്പെട്ട് എനിക്ക് തോന്നുന്നു സമൂസയാണെന്ന് തോന്നുന്നു. പിന്നെ ചായ ഉണ്ടായിരുന്നു. ചായയും കുടിച്ചു കേട്ടോ. അമ്മയ്ക്ക് ചായ ഇല്ലാതെ പറ്റത്തില്ല. അപ്പോൾ അമ്മ ചായയും കുടിച്ചു. ചായയും നന്നായിരുന്നു. നല്ലൊരു ചായയായിരുന്നു. ഇപ്പോൾ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ലുലുവിൽ ഇങ്ങനെ കറങ്ങാമെന്ന് നമ്മൾ അങ്ങ് വിചാരിച്ചു. ഇത് 3rd ഫ്ലോറിലാണ് കേട്ടോ. അപ്പം 3rd ഫ്ലോറിലെ ആ ഒരു കോഫി കപ്പും പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് അമ്മ ഇങ്ങനെ താഴോട്ട് പോവാണ്. 2nd ഫ്ലോറിലോട്ടാണ് പോണത്. അപ്പം 2nd ഫ്ലോറിൽ പോയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ നോക്കാം. എന്തെങ്കിലും വാങ്ങിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും അത്യാവശ്യമുള്ള സാധനങ്ങളുണ്ടോ എന്ന് നോക്കാനായിട്ട് ഇങ്ങനെ കറങ്ങി നടക്കാം. അമ്മയ്ക്ക് ഈ കട ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതായത് ഇങ്ങനത്തെ വിഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നല്ല രസമാണ് കേട്ടോ ആ ഒരു ഇത് കാണാൻ. അപ്പം പ്രത്യേകിച്ച് വേറെ പണിയൊന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് അമ്മ വിചാരിച്ചൊന്ന് പിന്നെ ഒരു സിനിമ കണ്ടേക്കാം. അപ്പോൾ ഫിലിമിന് വേണ്ടി ടിക്കറ്റൊക്കെ എടുക്കാനൊക്കെ അമ്മ പോയി. അപ്പം ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞിട്ടും കുറച്ചും കൂടെ ടൈം ഉണ്ടായിരുന്നു. അപ്പം ആ സമയം കൊണ്ട് അമ്മ ഇങ്ങനെ താഴെ എന്തൊക്കെയോ ഒരു എക്സ്പോ നടക്കുന്നുണ്ടായിരുന്നു. അതും എനിക്ക് തോന്നുന്നു DC ബുക്സിൻ്റെ എന്തോ എക്സ്പോ ആണെന്ന് തോന്നുന്നു. ബുക്സിൻ്റെ ആയിരുന്നു. അതൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവിടെ മറ്റേ ആ വിഷുവിൻ്റെ കണി ഇതുവരെ മാറ്റിയിട്ടില്ല. ഇപ്പോഴും അത് അവിടെ തന്നെ ഉണ്ട്. അപ്പം അതിൻ്റെയൊക്കെ എടുത്തു. പിന്നെ മൊമോസയിൽ കയറി. മൊമോസയിൽ ചുമ്മാ ഇവിടുത്തെ കുറേ ക്യൂട്ട് സാധനങ്ങളൊക്കെ കാണാൻ നല്ല രസമായതുകൊണ്ട് അമ്മ ചുമ്മാ അതിനകത്തൊക്കെ ഒന്ന് കയറി ഒന്ന് കറങ്ങിയൊക്കെ നോക്കി കേട്ടോ. കുറേ യൂസ്ഫുൾ ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് ഉണ്ട് അവിടെ. പിന്നെ കുറേ ക്യൂട്ടായിട്ടുള്ള പ്രോഡക്റ്റ്സ് ഉണ്ട്. എല്ലാം ഉണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു മിനീസും ആണ് കുറച്ചും കൂടെ നല്ല നല്ല സാധനങ്ങൾ ഉള്ളതുപോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് മൊമോസയെക്കാട്ടിലും. പിന്നെന്താ ഇവിടുത്തെ സോഫ്റ്റ് ടോയ്സും ഒക്കെ കാണാൻ നല്ല രസമാണ്. അടിപൊളിയാണ്. അപ്പോൾ അങ്ങനെ എല്ലാം ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ കറങ്ങി നടന്നു. സിനിമ തുടങ്ങി ഇനിയും ടൈം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാം ഒന്ന് കണ്ടിട്ട് പിന്നെ സിനിമ കാണാൻ അമ്മ കയറിട്ടോ. അമ്മ ബസൂക്ക കാണാനാണ് കയറിയത്. പിന്നെ സിനിമ എല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ചായ കുടിക്കേണ്ട ടൈമായി. അപ്പോൾ അമ്മ നമ്മുടെ കഫേ കോഫി ഡേ ഉണ്ട്. അപ്പോൾ അവിടെ കയറിയിട്ട് ഒരു കോഫി കുടിച്ചു കേട്ടോ. കഫേ കോഫി ഡേയിലെ കോഫി അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഒറ്റയ്ക്കുള്ളൊരു ടൈം ആയിരുന്നു അമ്മയ്ക്ക് ഇന്ന് മൊത്തം ഒരു വൈകുന്നേരം വരെ ഉണ്ടായിരുന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് അമ്മ വീണ്ടും 3rd ഫ്ലോറിലോട്ട് പോയി. ഇനി കുറച്ച് നേരം ഫുഡ് കോർട്ടിൻ്റെ അവിടെ ഇരിക്കാമെന്ന് വെച്ചു. കാരണം ഈ ടൈം ആകുമ്പോഴത്തേക്കും ഞാനും അച്ഛനും അവിടെ എത്തുമെന്ന് പറഞ്ഞിരുന്നു. ഞാനപ്പോൾ എൻ്റെ ഇൻറ്റേൺഷിപ്പും ഒക്കെ കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഡേ കഴിഞ്ഞിട്ട് ഞാൻ വൈകുന്നേരം നേരെ ലുലുവിലോട്ടാണ് കേട്ടോ ചെല്ലുന്നത്. അപ്പോൾ അതേ അമ്മ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ ഇൻറ്റേൺഷിപ്പ് കഴിഞ്ഞിട്ട് വരുന്ന വഴിയാണ് കേട്ടോ അത് ടയേർഡായിട്ടിരിക്കുന്നു. എൻ്റെ മുഖം കണ്ടാലേ അറിയാലോ. കാരണം 8 hours ഓഫ് ഡ്യൂട്ടി ഉണ്ടായിരുന്നു. അപ്പം അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ഒന്ന് ടയേർഡായി. കാരണം അത്ര നേരം നമ്മൾ അവിടെ ഇരിക്കാന്നൊക്കെ പറഞ്ഞാൽ ഇച്ചിരി ഇതായിട്ടുള്ള കാര്യമാണല്ലോ. അപ്പം അതെല്ലാം കഴിഞ്ഞ് ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടി നമ്മൾ ഇവിടെ വന്നിരുന്നു. ഇനിയിപ്പോൾ എന്തെങ്കിലും ഫുഡോ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കണം. അപ്പം അച്ഛൻ പോയിട്ടുണ്ട്. അച്ഛനൊരു ആവശ്യത്തിന് പോയേക്കുമായിരുന്നു. അപ്പോൾ തിരിച്ചു വന്ന് അച്ഛനും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക. അച്ഛനും വിശക്കുന്നുണ്ടായിരുന്നു നന്നായിട്ട്. പിന്നെ ഞാനും അമ്മയും കൂടെ ഉള്ളിവട പിന്നെ സമൂസ പിന്നെ ഒരു സിംഗ ചിക്കൻ റാപ്പ് എന്നാണ് അവർ പറഞ്ഞത്.
പിന്നെ ഒരു കട്ട്ലറ്റ്. ഇതെല്ലാം നമ്മൾ മറ്റേ സെൽഫി ചെയ്യുന്നതാണ് കേട്ടോ വാങ്ങിച്ചിരുന്നത്. അപ്പം സമൂസ കഴിച്ചു. സമൂസ നന്നായിരുന്നു, അത്യാവശ്യം നല്ല സമൂസയായിരുന്നു, നല്ല ഫില്ലിംഗ് ഒക്കെ ഉള്ളായിരുന്നു. പിന്നെ കഴിച്ചത് ആ സിംഗർ ചിക്കൻ ഒരു റാപ്പാണ് കഴിച്ചത്. അത് കഴിച്ചപ്പോഴേ എനിക്ക് തോന്നി എന്തോ ഒരു പ്രശ്നമുണ്ട്. കാരണം ചിക്കൻ ഭയങ്കര കട്ടിയായിരുന്നു, എനിക്ക് കഴിക്കാൻ പറ്റണില്ലായിരുന്നു. ആ ചിക്കൻ്റെ പീസ് എനിക്ക് കഴിക്കാൻ ഭയങ്കര പാടായിരുന്നു. എന്തോ ഒരു ഇതുപോലെ എനിക്ക് തോന്നി. അത്ര എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ചിക്കൻ ഒട്ടും കഴിക്കാൻ മീൻസ് നമുക്ക് കടിക്കാൻ പോലും പറ്റുന്നില്ല, അത്രയ്ക്കും ഇതായിട്ടുള്ളൊരു ഇതായിരുന്നു. പക്ഷെ ഫീലിംഗ് നല്ലതായിരുന്നു, പക്ഷെ ആ ചിക്കൻ അത്ര കൊള്ളത്തില്ല. പിന്നെ ഞാൻ അധികം അങ്ങോട്ട് കഴിക്കാൻ നിന്നില്ല, കുറച്ചൊക്കെ അങ്ങ് മാറ്റി വെച്ചു കേട്ടോ. കാരണം നമുക്ക് വയറ് കേടാക്കാൻ പറ്റൂല. എനിക്ക് ഇനിയും പോകേണ്ടതാണ്, ഇന്റേൺഷിപ്പ് ഉണ്ടല്ലോ. അപ്പം അമ്മ ഉള്ളിവട കഴിച്ചു നോക്കി. ഉള്ളിവടയും വലിയ ഗുണമില്ലായിരുന്നു, ഭയങ്കര കട്ടിയായിരുന്നു. അമ്മ പറയുന്നുണ്ടായിരുന്നു അത് കഴിക്കാനേ പറ്റണില്ല, പല്ല് വേദനെടുക്കണു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. നല്ല കട്ടിയുണ്ടായിരുന്നു, ഇത് ആരെങ്കിലും എടുത്ത് എറിഞ്ഞാൽ വീഴും എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇച്ചിരി പഴയതായിരുന്നു എന്നൊരു ഡൗട്ട്, അറിയത്തില്ല. ചിലപ്പോൾ അന്നത്തെ ദിവസത്തിന്റെ കുഴപ്പമായിരിക്കാം. പിന്നെ കട്ട്ലറ്റ് കഴിച്ചു. കട്ട്ലറ്റ് കുഴപ്പമൊന്നുമില്ലായിരുന്നു, നല്ല കട്ട്ലറ്റ് ആയിരുന്നു. ആകെ പ്രശ്നം വന്നത് ആ റാപ്പും പിന്നെ ആ ഉള്ളിവടയൊക്കെയായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ അതിൻ്റെ അപ്പുറത്തൊരു വേറൊരു ഷോപ്പുണ്ട്, അവിടെ നിന്നൊരു ചോക്ലേറ്റ് ഷേക്ക് വാങ്ങിച്ചു കേട്ടോ. ചോക്ലേറ്റ് ഷേക്ക് ഞാൻ കുറേ നാൾക്ക് ശേഷമാണ് കുടിക്കുന്നത്. എനിക്ക് ചോക്ലേറ്റ് ആണ് കേട്ടോ ഐസ്ക്രീം ഫ്ലേവറിൽ കൂടുതൽ ഇഷ്ടം. അപ്പം ഐസ്ക്രീമും ഉണ്ടായിരുന്നു, പിന്നെ ഷേക്കും ഉണ്ടായിരുന്നു. പിന്നെ ഇന്റേൺഷിപ്പ് ഒക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ക്ഷീണിച്ച് വരുമ്പോൾ ഒരു ചോക്ലേറ്റ് ഷേക്ക് കുടിക്കാന്ന് പറഞ്ഞാൽ അതൊരു രസമല്ലേ. അമ്മ ഒരു ബ്ലൂ മൊയ്റ്റോ ആണ് കേട്ടോ പറഞ്ഞത്, അത് നന്നായിരുന്നു. ആദ്യം കുടിച്ചപ്പോൾ ഇങ്ങനെ നല്ല തണുപ്പുണ്ടായിരുന്നു, പിന്നെ അതുപോലെ നല്ല പുളിയുണ്ടായിരുന്നു. അപ്പം നല്ല ടേസ്റ്റ് ആയിരുന്നു, നല്ല റിഫ്രഷിങ് ആയിട്ടുള്ള ഡ്രിങ്ക് ആയിരുന്നു കേട്ടോ. അങ്ങനെ എൻ്റെ ഇന്റേൺഷിപ്പൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോകാം കേട്ടോ. അപ്പോൾ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇനിയിപ്പോൾ തിരിച്ച് വീട്ടിൽ പോവാം. പിന്നെ ടയേർഡാണ് ആകെ, എല്ലാം ചൂടെടുത്ത് ഇങ്ങനെ എങ്ങനെയെങ്കിലും ഒന്ന് വീട്ടിലെത്തിയാൽ മതി എന്നുള്ള സ്ഥിതിയായിപ്പോയി. അപ്പം കുഴപ്പമില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടു ഇന്റേൺഷിപ്പിൻ്റെ ഒക്കെ. അപ്പം ഇനിയിപ്പോൾ വീട്ടിൽ പോയി ഒന്ന് റെസ്റ്റ് എടുക്കാം അല്ലേ. ഇതിപ്പോൾ ഡേ 2 ആണ് കേട്ടോ. അപ്പം ഞാനും അമ്മയും കൂടെ ഇവിടെ നമ്മുടെ സെൻറ്റ് ജോർജ് പള്ളി, എടപ്പള്ളിയിലുള്ള സെൻറ്റ് ജോർജ് പള്ളിയിൽ ഉത്സവം നടക്കാം, ഇവിടെ തിരുനാൾ നടക്കാം. അപ്പം തിരുനാൾ കാണാൻ വേണ്ടി, അവിടുത്തെ ഇതൊന്ന് കാണാൻ വേണ്ടിയാണ് കേട്ടോ വന്നിരിക്കുന്നത്. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഈവനിങ് ടൈമിലാണ് ഞങ്ങൾ വന്നത്. അപ്പം നമുക്ക് ഈ ലൈറ്റ്സ് ഒക്കെ ഇട്ട് കാണുമ്പോൾ നല്ല രസം. അപ്പം അത് കാണാൻ വേണ്ടിയായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാമല്ലോ, എങ്ങനെ നമ്മൾ അതിനാണല്ലോ മെയിനായിട്ട് പോണത്. അപ്പം നമ്മളിങ്ങനെ നോക്കിയപ്പോഴത്തേക്കും കുറേ കടകളുണ്ട് കേട്ടോ, ഇഷ്ടം പോലെ കടകളുണ്ട്. പിന്നെ ഇവിടെ നോക്കുമ്പോഴേ നമുക്ക് കുറച്ച് ക്യൂ കാണാം കേട്ടോ. സെൻറ്റ് ജോർജ് പള്ളിയുടെ അവിടെ നമുക്ക് കുറച്ച് ക്യൂ കാണാം. സെൻറ്റ് ജോർജ് ഇത് രൂപം വെച്ചിട്ടുണ്ട് അവിടെ, അപ്പം അതുകൊണ്ടാണ് അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ ഇവിടെ കുറേ കടകളുണ്ട്. നമ്മൾ ഈ അകത്തോട്ട് ചെല്ലുന്നതനുസരിച്ച് കടകൾ കൂടി വരികയാണ്. പിന്നെ കുറേ കമ്മല്, മാല, അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. അമ്മുവിനോട് അതൊക്കെ വേണോ ഇത് വേണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എല്ലാം വാങ്ങിച്ചേരാൻ റെഡിയായിട്ട് നിൽക്കുകയായിരുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്തു, കുറച്ച് കമ്മലൊക്കെ ഒന്ന് വാങ്ങിച്ചു. അപ്പം പിന്നെ കുറേ സാധനങ്ങളുണ്ടോ, നമുക്ക് വീട്ടിലെ ആവശ്യപ്പെട്ട കുറേ സാധനങ്ങളും അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പക്ഷെ നമ്മൾ കുറച്ച് മാലയും കമ്മലൊക്കെ നോക്കിയിട്ട് അതിങ്ങനെ എടുത്ത് ഇറങ്ങി. എനിക്കിങ്ങനെ കൂടുതൽ തിരക്കുള്ള സ്ഥലത്ത് നിൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ പറയും ഇറങ്ങാമെന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഇവിടെ കുറേ ചെടികളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ, നമുക്ക് വേണമെങ്കിൽ വാങ്ങിക്കുകയൊക്കെ ചെയ്യാം. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി വന്നപ്പോഴത്തേക്കും നമുക്കിവിടെ ഇങ്ങനെ ഒരു കിണർ കാണാമായിരുന്നു. ഇത് കറക്റ്റായിട്ട് എന്താണെന്ന് എനിക്ക് അറിയത്തില്ലെങ്കിലും ഇവിടെ ഈ കിണറ്റിൽ നിന്ന് പുണ്യ വെള്ളമാണെന്നാണ് പറയുന്നത്. അപ്പം ഈ വെള്ളം എല്ലാവരും കുടിക്കുന്നുമുണ്ട്, ദേഹത്തൊക്കെ തളിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങളും പോയി കുറച്ച് ദേഹത്തൊക്കെ തളിച്ചു, അങ്ങനെയൊക്കെ ചെയ്തു. പിന്നെ ഇവിടെ മാറിയായിട്ട് ഇവിടെ നമുക്കിങ്ങനെ മെഴുകുതിരിയൊക്കെ കത്തിക്കാൻ പറ്റും. പിന്നെ അവിടെ അച്ഛന്മാർ നിന്നിട്ട് ബ്ലെസ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മളും പോയി നിന്നു, എന്നിട്ട് നമ്മളെയും ബ്ലെസ് ചെയ്തു. നമുക്കത് ആദ്യമായിട്ടൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ വൈകുന്നേരമായി, കുറച്ചും കൂടി ഇരുട്ടി. അപ്പം പള്ളി മൊത്തം ലൈറ്റൊക്കെ ഇട്ടിട്ട് എന്ത് രസമായിരുന്നെന്നറിയാമോ, ഭയങ്കര രസമായിരുന്നു അവിടെ നിൽക്കുക. നമുക്ക് ആ പള്ളിയുടെ അവിടെ വരുമ്പോഴത്തേക്കും നല്ലൊരു ശാന്തി സമാധാനവും ഒക്കെ തോന്നും. ആ ഫ്രണ്ടിൽ കുറച്ച് തിരക്കാണെങ്കിലും പള്ളി കണ്ടപ്പോഴത്തേക്കും എനിക്ക് സന്തോഷമായി. കാരണം അവിടെ വരുമ്പോൾ എനിക്ക് ഈ പള്ളിയിൽ വന്നിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര ശാന്തി സമാധാനവും എനിക്ക് തോന്നും. അപ്പോൾ അമ്മയും കൂടെ അവിടെ നിന്ന് ഈ ലൈറ്റൊക്കെ ഇട്ടപ്പോഴത്തേക്കും നല്ല രസമുണ്ടായിരുന്നു. ഞാൻ കുറച്ച് വിഷ്വൽസൊക്കെ എൻ്റെ അടുത്ത് കേട്ടോ, അവിടെ നിന്ന് മാറിയൊക്കെ കുറച്ച് വിഷ്വൽസൊക്കെ എടുത്ത്, കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. നല്ല രസമായിരുന്നു കേട്ടോ. പിന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ട്, പക്ഷെ പള്ളിക്കകത്ത് കയറി കഴിയുമ്പോൾ ഈ തിരക്കൊന്നും
നമുക്ക് അറിയത്തില്ല. കാരണം നല്ലോണം നമുക്കൊരു മനസ്സമാധാനം കിട്ടുന്നൊരു സ്ഥലമാണ്. അങ്ങനെ പള്ളിയുടെ പുറത്തേക്ക് നമ്മൾ അതിൻ്റെ കുറച്ച് ഭംഗിയൊക്കെ ആസ്വദിച്ചു കേട്ടോ. പിന്നെ നമ്മൾ പള്ളിയുടെ അകത്തോട്ട് കയറി. വേൾഡ് ഇങ്ങനെ കുറേ കൊത്തുപണിയൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കാണാൻ നല്ല രസമാണ്. പിന്നെ മൊത്തം ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു, കുറേ നിറച്ചും ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ തന്നെ പള്ളിക്കകത്ത് കയറി കഴിയുമ്പോൾ എല്ലാം ഭയങ്കര സമാധാനമാണ് അല്ലേ. ഒരു സമാധാനവും സന്തോഷവും നമുക്കവിടെ കിട്ടും. അങ്ങനെ എൻ്റെ ഇൻറ്റേൺഷിപ്പൊക്കെ സ്റ്റാർട്ടായി. ഇപ്പം ഇൻറ്റേൺഷിപ്പൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. നമുക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാനൊക്കെ പറ്റി. ഞാൻ സൈക്കോളജി സ്റ്റുഡൻ്റ് ആണ്. അപ്പം കുറേ കാര്യങ്ങളൊക്കെ പഠിക്കാൻ പറ്റി. എനിക്ക് എന്ത് ഫീൽഡിലോട്ട് പോകണം എന്നൊക്കെ എനിക്കൊരു ചെറിയൊരു ക്ലാരിറ്റി ആയി കിട്ടി. അപ്പോൾ അങ്ങനെ ഇന്നത്തെ ദിവസമൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ പള്ളിപ്പെരുന്നാളിൽ പോയത് നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ അതൊക്കെ പോയി കുറേ നല്ല ഇതൊക്കെയായിരുന്നു. കുറച്ച് കമ്മലൊക്കെ നോക്കി, 2-3 കമ്മലൊക്കെ വാങ്ങിച്ചു. അപ്പോൾ അങ്ങനെയൊക്കെ നല്ല അടിപൊളിയായിരുന്നു. അപ്പം ഈ 2 ദിവസത്തെ ക്ലിപ്പിങ്സ് ആണ് ഞങ്ങൾ ഇന്ന് കാണിച്ച്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ, ടേക്ക് കെയർ.